പാപ്പനംകോട് തീപിടുത്തമുണ്ടായതിന്റെ ദുരൂഹത നീങ്ങി. ഉണ്ടായത് തീപിടുത്തമല്ല, കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ മരിച്ചത് സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയും ആൺസുഹൃത്ത് ബിനുവും. മരിച്ച രണ്ടാമൻ ബിനുവെന്ന് തെളിയിക്കാൻ പോലീസ് DNA പരിശോധന നടത്തും. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, വിശദാംശങ്ങൾ. കളിദാസ് തിരുവനന്തപുരം പാപ്പനംകോട് സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിലാണ് ഇന്നലെ തീപിടുത്തം ഉണ്ടായത്. രണ്ടുപേരാണ് ഈ സംഭവത്തിൽ മരിച്ചത്. സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയും അതുപോലെ തന്നെ ഇവരുടെ ആൺസുഹൃത്ത് ബിനുവുമാണ് മരിച്ചതെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മരിച്ച രണ്ടാമൻ ബിനുവെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു DNA പരിശോധനയും പോലീസ് നടത്തും. ബിനുവാണ് ഈ മണ്ണെണ്ണ കൊണ്ട് ഒഴിച്ച് കത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. മരിച്ച ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരി വൈഷ്ണയുടെ ആദ്യ ഭർത്താവും ബിനുവുമായി സുഹൃത്തുക്കളായിരുന്നു. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം ബിനുവുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഇവരെന്നാണ് അറിയുന്നത്. 7 മാസത്തോളമായി ബിനുവും വൈഷ്ണയും അകന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. 4 മാസം മുമ്പ് ഇതേ സ്ഥാപനത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് പരിശോധനയിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന കുപ്പി കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ മൃതദേഹം ബിനുവിന്റേതാണെന്ന് തെളിയിക്കാൻ വേണ്ടി DNA പരിശോധന പോലീസ് നടത്തി വ്യക്തത വരുത്തും. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 പാപ്പനംകോട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ നിന്നൊരു പൊട്ടിത്തെറി ഉണ്ടായത്. ശബ്ദത്തോടെ തീ ആളിപ്പടരുകയായിരുന്നു. 2ാം നിലയിലുള്ള സ്ഥാപനത്തിലേക്ക് കയറി തീ കെടുത്താൻ പോലും നാട്ടുകാർക്ക് കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സൂര്യ, അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഈ ഒരു DNA പരിശോധന കൂടാതെ മറ്റെന്തൊക്കെ നടപടികളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക? ഇന്നലെ വൈഷ്ണയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മൃതദേഹം ആരുടേതാണെന്ന് ആദ്യം വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. 2 സ്ത്രീകൾ മരിച്ചു എന്നതാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരം. സ്ഥലം പരിശോധിച്ച പോലീസിന് പിന്നീട് സംശയമായി. ഷോർട്ട് സർക്യൂട്ട് അല്ല അപകട കാരണമെന്ന് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വൈഷ്ണയുടെ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഈ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായത്. ബിനു മുമ്പും ഈ സ്ഥാപനത്തിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ രണ്ടാമത്തെ വ്യക്തി അത് ബിനു ആകാനുള്ള സാധ്യത കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഒരു കത്തിയൊക്കെ പോലീസിന് ഈ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ബിനു ആണെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള DNA പരിശോധന മാത്രമായിരിക്കും പോലീസ് ഇന്ന് നടത്തുക. അതിനുശേഷമായിരിക്കും പോലീസ് ഒരു സ്ഥിരീകരണം നടത്തുക. അതേപോലെ തന്നെ ഈ ഒരു 2 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികളും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അല്ലെങ്കിൽ എപ്പോഴത്തേക്കായിരിക്കും ഇവരുടെ ഈ ഒരു മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഒരു സംസ്കാരം ഉണ്ടാവുക എന്നുള്ള വിവരം കൂടി ലഭിക്കേണ്ടതുണ്ട് അല്ലേ സൂര്യ? 2 മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തത് അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ DNA പരിശോധന നടത്തി അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ശരി, പാപ്പനംകോട് തീപിടുത്തമുണ്ടായതിന്റെ ദുരൂഹത നീങ്ങി. അത് ഒരു കൊലപാതകമെന്നാണ് പോലീസിന്റെ അവസാന നിഗമനം. സംഭവത്തിൽ മരിച്ചത് സ്ഥാപനത്തിലെ ജീവനക്കാരിയായ വൈഷ്ണവും അതേപോലെ തന്നെ ആൺസുഹൃത്ത് കൂടെ മരിച്ചത്, അല്ലെങ്കിൽ രണ്ടാമത്തെ മൃതദേഹം എന്ന് പറയുന്നത് ആൺസുഹൃത്ത് ബിനുവിൻ്റെതാണെന്നാണ് പോലീസ് നിഗമനം. എന്തായാലും അത് തെളിയിക്കാനായി പോലീസ് ഇന്ന് DNA പരിശോധന നടത്തും. മറ്റ് നടപടികളെല്ലാം അതിനുശേഷമായിരിക്കും. ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്.